ഹലോ ഫ്രണ്ട്സ്, അനന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊങ്കാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നോലുമ്പൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മുറിച്ചിരുന്നു കേട്ടോ. അമ്മ ചിക്കൻ വാങ്ങി, പിന്നെ ഏട്ടൻ ഒരു ദിവസം വൈകിട്ട് മീൻ വാങ്ങിക്കൊടുന്നു. ഞാൻ പൊങ്കാല കഴിഞ്ഞ് വന്നിട്ട് എന്താണ് 2 ദിവസം വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോകുന്നത്, ഞങ്ങൾ താമസിക്കുന്ന അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നോലുമ്പൊക്കെ അവിടെ നിന്ന് തന്നെ മുറിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് മീൻകറി വയ്ക്കട്ടെ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മീൻകറി വയ്ക്കുകയാണ്, നോലുമ്പ് മുറിച്ചതിന് ശേഷം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഏട്ടനിക്ക് ഞാൻ ഒരു ചട്ടി വാങ്ങി തന്നെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു ചട്ടി പൊട്ടി. പിന്നെ അതിന് ശേഷം ഞാൻ പഴയ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയിലാണ് ഞങ്ങൾ ഇത് മീൻകറിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചട്ടി വാങ്ങി തരണമെന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ചട്ടി വാങ്ങി തന്നിട്ടാണ്. അപ്പോൾ ആ ചട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. പച്ചക്കറിയായിരുന്നു ആദ്യം വെച്ചത്, വെണ്ടക്ക കറി ഞാൻ ഇതിലുണ്ടാക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ മീൻ കറിക്ക് എടുത്താൽ പിന്നെ ഇനി പച്ചക്കറി വെക്കില്ല, ഇതിൽ മീൻ തന്നെ വെക്കുള്ളൂ. അപ്പോൾ ഞാൻ മീൻ കറി എൻ്റെ രീതിക്ക് എങ്ങനെയാണ് വറ്റിച്ച് വെക്കുന്നത് എന്നുള്ളതാണ്. മത്തിയാണ് കിട്ടിയിരുന്നത്, അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പൊടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് പുളി പാർന്ന് വെച്ചു. പുളി പാർന്ന് വെച്ചതിന് ശേഷം പച്ചമുളക് നടു ചീന്തിയിട്ട് തക്കാളി മുറിച്ചിട്ടു. പിന്നെ നമ്മളെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അതിട്ടിട്ട് അത് വേകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. അപ്പോഴത്തേന് ഞാൻ മത്തി വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഇട്ടിട്ടു. അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ അതാണ് ആദ്യം മുളക് പൊടി ഇടുന്നതൊന്നും കാണിച്ചില്ല. അപ്പം മുളക് പൊടി കുറച്ചും കൂടുതൽ കുരുമുളകാണ് ഞാൻ വറക്കണേൽ ഇടുക. ഏട്ടന് അതാണ് ഇഷ്ടം. അപ്പോൾ കുരുമുളക് കൂടുതലിട്ട് മുളക് പൊടി കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിരുമ്മി വയ്ക്കുക, എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് മീനിൻ്റെ. അത് തിരുമ്മി വെച്ചു. അത് തിരുമ്മി വെച്ചതിന് ശേഷം ഞാനത് വറുത്തെടുത്തിട്ട് ആ വറുത്തതിൽ തന്നെയാണ് ഉള്ളി വാട്ടിയിട്ട് കറി വറവിടാനും പോണത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് വേറെ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് വറവിടാനായിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ മത്തിയൊക്കെ വറുത്തിട്ടുള്ള ആ എണ്ണയിൽ തന്നെ വറവിടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും അതൊന്ന് ചെയ്തിട്ടു. അത് സൂപ്പർ കേട്ടോ. ആ മത്തി വറുത്തിട്ടുള്ള അതിൽ ആ ചെറിയ ഉള്ളി ഇട്ടിട്ട് അത് വറവിട്ടതിന് ശേഷം അതിൽ കുറച്ച് ചോറിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോഴത്തേന് ഞാൻ കൂട്ടി വെച്ച കറിയുടെ അത് തിളച്ചിരുന്നു. അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മത്തി ഇട്ട് കൊടുത്തു. മത്തി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ ഏട്ടന് നല്ല വറ്റണം വെള്ളം നല്ല മത്തിക്കയിൽ കിടന്നിട്ട് മത്തിയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ മീൻ കറി. അങ്ങനെ അത് നല്ല വറ്റി കിട്ടണം. അങ്ങനെ അപ്പം നല്ല വറ്റിയിട്ടാണ്. കുറച്ചൊരു വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കൂട്ടി തിന്നാൻ. ഇതിൻ്റെ വെച്ചാൽ നല്ല വറ്റും ചെയ്തു. അങ്ങനെ എന്നിട്ട് ഞാൻ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചു വേവാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചു. പിന്നെ ഞാൻ എന്നിട്ട് അപ്പോഴത്തേന് നമ്മളെ മസാല ഒക്കെ പിടിച്ചിരുന്നു ഇതിൽ. അപ്പോൾ ഞാൻ മീൻ വറക്കാൻ വേണ്ടി നോക്കിയിട്ടാണ്. വറക്കാനുള്ളതൊക്കെ ഇട്ടതിന് ശേഷം വറുത്ത എണ്ണയിൽ തന്നെ വറവ് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുവരെ അത് മത്തി കിടന്ന് വേവും ചെയ്യട്ടെ വെച്ചിട്ട് ഇതാക്കി. അത് നല്ല അപ്പോൾ വറ്റും ചെയ്തിട്ട് വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വറ്റിച്ചിടാം. ഞാൻ എല്ലാ വീഡിയോയിലും കുറേ വീഡിയോകൾ നമ്മളിങ്ങനെ കറികളിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അധികം കണ്ടിടുന്നത് ഇങ്ങനെ ഫസ്റ്റ് തന്നെ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് വറവിട്ടതിന് ശേഷമാണ് പിന്നെ മീനിടുന്നതും പുളി ഒഴിക്കുന്നതും മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ചെറുപ്പം മുതലേ അമ്മ വെച്ച് വരുന്ന ഇതിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അമ്മ ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ ചേർക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ചേർത്തിട്ടും വെക്കാറുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ കറി വെക്കുകയാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് പുളി പാർന്ന് ഒഴിച്ചിട്ട്
ദം മീനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് മീനും ഇട്ടിട്ട് അത് വെന്തതിന് ശേഷം ലാസ്റ്റാണ് ഞങ്ങൾ ഉള്ളി വറവിട്ടിട്ടാണ് മീൻ കറി ഉള്ളി വറവിടും. പിന്നെ ഉള്ളി വറവിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില നമ്മൾ ഇടുമല്ലോ, എന്നിട്ട് ഇറക്കി വയ്ക്കുമ്പോൾ വെറും പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ മീൻ കറി വയ്ക്കാറുണ്ട്. അല്ലാതെ പിന്നെ ഉലുവ ഒന്നും അങ്ങനെ ഇടാറില്ല. ഇപ്പോഴത്തെ ഞാൻ മേമ ഉലുവ ഇടുന്നത് കണ്ടിട്ട് അങ്ങനെ ഒന്ന് ഉലുവ ഇട്ടിട്ട് നോക്കി, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ.